ഹലോ. പറയൂ അച്ഛാ. സീമ, നിന്റെ മാരേജിന് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് ഉം. നമുക്കറിയാവുന്ന ഒരു ടൈലറെ ഞാൻ നമ്മുടെ വീട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. അയാൾ വന്ന് തുണി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവൊക്കെ എടുത്തിട്ട് പൊയ്ക്കോളും. ഏത് ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് നീ ഡയറക്റ്റ് ആയിട്ട് അയാളോട് പറഞ്ഞാൽ മതി. എന്താ ഓക്കെ അല്ലേ? ഉം. അയാൾ പോയി കഴിയുമ്പോൾ നീ എനിക്കൊരു കോൾ ചെയ്യണേ. ഉം. എന്നാ പിന്നെ വെച്ചേക്കട്ടെ. ഉം. ഹാ, ഈ കാലത്ത് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യോ? നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഉം. ആരാ ഈ സമയത്ത്? എത്തിയോ? വരൂ. ആ പറയൂ. മെഷർമെന്റ് എടുക്കാൻ വന്നാ. ശരി, എടുത്തോളൂ. എത്രയുണ്ട്? 11 ഉണ്ട്. ഒന്ന് തിരിഞ്ഞേക്ക്. ഉം. തിരിഞ്ഞേക്ക്. ഉം. എന്തിനാ കൈ അമർത്തുന്നത്? നിങ്ങളുടെ കൈയുടെ അളവെടുക്കണ്ടേ? നിങ്ങൾ മെഷർമെന്റ് എടുക്കുന്നോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുന്നോ? മെഷർമെന്റ് കൈ എടുക്കാൻ വെറുതെ അമർത്തിക്കൊണ്ടിരിക്കുന്നു. അളവല്ലേ എടുത്തോണ്ടിരിക്കുന്നേ. കയ്യെ ടച്ച് ചെയ്ത് എങ്ങനെയാണ് അളവെടുക്കുന്നത് മാഡം? പറയേ. നിങ്ങളൊന്നും അളവെടുക്കണ്ട. മെഷർമെന്റ് എടുക്കുമ്പോൾ കൈയുടെ ഒക്കെ കൃത്യമായിട്ട് അതൊന്നും അളവെടുത്തിരിക്കണം. വേണ്ട. ലേഡീസ് ടൈലർ ഉണ്ടെങ്കിൽ വരാൻ പറയൂ. നിങ്ങൾക്ക് പോകാം. ഇതെന്താ മാഡം പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? ഒന്ന് പോകൂ സാർ. മാഡം, ഞാൻ അളവല്ലേ പറഞ്ഞില്ലേ? എടുക്കുന്നത്. ഇങ്ങനെ ടച്ച് ചെയ്ത് എങ്ങനെയാണ് അളവെടുക്കാൻ പറ്റുക? നിങ്ങൾ അളവെടുക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോകൂ. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വൈഫിനെ പറഞ്ഞേക്ക് പോ. ഇതെന്താ മാഡം ഇങ്ങനെ സംസാരിക്കുന്നേ? നാട്ടിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ടൈലർ. കൈ ഞാൻ ഇങ്ങോട്ട് കാണിക്കും പറഞ്ഞില്ലേ, മാഡം. എനിക്ക് ലേഡീസ് ടൈലർ വേണം. നിങ്ങൾ പോയിക്കോ. നിങ്ങളുടെ വൈഫിനോട് വരാൻ പറയ്. മാഡം. വേണ്ട സാർ, നിങ്ങൾ പോയിക്കോ. ആ, ആ, മാഡം. നിങ്ങളുടെ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത്? മാഡം ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് മാഡം. നമ്മൾ ടച്ച് ചെയ്യാതെ എങ്ങനെയാണ് മാഡം മതി, അളവെടുക്കാൻ നിർത്തൂ. പറ്റുക? ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വൈഫിനെ വരാൻ പറയ്. എന്തിനാ മാഡം എന്റെ വൈഫിനെ വിളിക്കുന്നത്? ഞാൻ തന്നെ അളവെടുത്തോളാലോ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എനിക്ക് ലേഡീസ് ടൈലറാ വേണ്ടേ. നിങ്ങൾക്ക് പോകാം. മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? വേറെ രീതിയിൽ പറയണോ? ശരി, എങ്കിൽ പിന്നെ മാഡത്തിന്റെ പുറത്തു പോ. ഇഷ്ടം.